കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെ ആദായ നികുതിയിൽ ഇളവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ. സ്വർണവും ശമ്പളവുമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് തിരിച്ചടിയാകുമോ ഇത്തവണത്തെ ബജറ്റ് എന്നത് കണ്ടറിയണം. കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെ ആദായ നികുതിയിൽ ഇളവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും നിക്ഷേപത്തിനുമായിരിക്കും ബജറ്റിൽ ഊന്നൽ നൽകുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചേക്കും. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തുടർച്ചയായി 9 ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കുകയാണ്. രാജ്യത്തെ മധ്യവർഗം ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ആദായ നികുതി ഘടനയിൽ ഇത്തവണയും ഇളവുണ്ടാകുമോ എന്നതാണ്. ഇളവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ പുതിയ സ്കീമിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ടാകും. എന്നാലും സ്വർണവും ശമ്പളമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് തിരിച്ചടിയാകുമോ ഇത്തവണത്തെ ബജറ്റ് എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. പുതിയ സ്കീമിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന പ്രതീക്ഷയൊക്കെയുണ്ട്. പുതിയ സ്കീമിലും 2 ലക്ഷം രൂപ ഭവന വായ്പ പലിശ ഇളവ് നൽകണമെന്ന നിർദ്ദേശവുമുണ്ട്. പഴയ സ്കീമിൽ തുടരുന്നവർക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല. ഇതിനോടകം തന്നെ 72% ആളുകൾ പുതിയ സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പെടുത്ത സംസ്ഥാനങ്ങൾക്ക് കാര്യമായ പ്രഖ്യാപനങ്ങൾ നടക്കുന്ന പതിവ് ആവർത്തിക്കുമ്പോഴും ഉറ്റുനോക്കുകയാണ്. കേരളം എയിംസും അതിവേഗ റെയിൽ പാതയും അടക്കം ഒരുപിടി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ ദില്ലി മീററ്റ് മോഡൽ RRTS ഉയർത്തിക്കാട്ടുമ്പോൾ ശ്രീധരൻ അവതരിപ്പിക്കുന്നത് അതിവേഗ റെയിൽ പാതയാണ്. ഇതിലേതെങ്കിലും റെയിൽവേ ബജറ്റും സംയോജിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കുമോ എന്നത് ആകാംക്ഷയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.